വെൽക്കം ടു കാൽക്കുലസ് ലേണിംഗ്. അപ്പോൾ നമ്മൾ റിയൽ അനാലിസിസിൻ്റെ ആദ്യത്തെ എക്സാം കഴിഞ്ഞു. S6-ലെ ആദ്യത്തെ പേപ്പറായിരുന്നു. അപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് നമുക്ക് വാട്സപ്പിലും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയിലെ കമൻ്റായിട്ടും ഒക്കെ റിയൽ അനാലിസിസിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ നെക്സ്റ്റ് എക്സാമിന് കോംപ്ലക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് കൂടി ഇടണമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തായാലും നമ്മൾ റിയലിൽ ചെയ്ത പോലെ തന്നെ ഓരോ മൊഡ്യൂളിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയാൻ തന്നെയാണ് ഇവിടെയും വിചാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എല്ലാ പേപ്പറിൻ്റെയും PDF നോട്ട്സ് അവൈലബിൾ ആണ്, ക്ലാസ്സസും അവൈലബിൾ ആണ്. ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും എടുക്കാം. 10 മണിക്കൂറത്തെ റെക്കോർഡഡ് ക്ലാസ് കൊണ്ട് ഒരു സബ്ജക്റ്റ് മുഴുവൻ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ക്ലാസ് കണ്ടിന്യൂ പഠിക്കാൻ സമയമില്ല, നോട്ട്സ് മാത്രം മതി എന്നുള്ളതാണെങ്കിൽ ഒരു സബ്ജക്റ്റിൻ്റെ ഫുൾ PDF നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഒരു പേപ്പർ ആണെങ്കിൽ 500 രൂപയായിരിക്കും വരുന്നത്. അതല്ല ബാക്കി എല്ലാ പേപ്പറും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ 4 പേപ്പറാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ ആ 4 പേപ്പറിൻ്റെയും കൂടെ നോട്ട്സ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് 3 പേപ്പറിൻ്റെ പൈസ തന്നാൽ മതിയാവും. 3 പേപ്പറിൻ്റെ പൈസ തന്നാൽ നിങ്ങൾക്ക് 4 പേപ്പറും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും അധികം സമയം കളയുന്നില്ല. കോംപ്ലക്സ് അനാലിസിസിൻ്റെ ആദ്യത്തെ മൊഡ്യൂളായ ഫസ്റ്റ് മൊഡ്യൂളിലെ സീക്വൻസും സീരീസും ഒക്കെ പറയുന്ന ആദ്യത്തെ മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലും അതേപോലെ ഈ വർഷത്തെ പല കോളേജുകളിലെയും ഇൻറ്റേർണൽ എക്സാമിൻ്റെ ചോദ്യങ്ങളിലൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ പരിഗണിച്ചിട്ടാണ് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പറയുന്നത്. പക്ഷേ അത് തന്നെ ഇത്തവണയും പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നില്ല. ഞാൻ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്ന ചോദ്യം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. കാരണം സിലബസിലുള്ള ഏത് കണ്ടൻറ്റ് വേണമെങ്കിലും നമുക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിക്കാണ് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് പറയുന്നത്. ഓക്കെ, ആദ്യമേ തന്നെ ഞാൻ പറയാം, കോംപ്ലക്സ് അനാലിസിസ് ഒരു കൂടുതൽ പ്രോബ്ലം ഓറിയൻറ്റഡ് ഉള്ള പേപ്പറാണ്. അതുകൊണ്ട് പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ പഠിക്കണം. നെക്സ്റ്റ് ആദ്യമേ വരുന്നത് സീക്വൻസിൻ്റെ ഡെഫിനിഷനും സീക്വൻസ് എപ്പോഴാണ് കൺവെർജൻ്റ് ആവുന്നുള്ളതാണ്. 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് സീക്വൻസിൻ്റെ കൺവെർജൻസും ഡൈവേർജൻസും. കൺവെർജൻ്റ് അല്ലെങ്കിൽ ആ സീക്വൻസ് ഡൈവേർജൻ്റ് ആണെന്ന് പറയും. അപ്പോൾ സീക്വൻസിൻ്റെ ഡെഫിനിഷനും കൺവെർജൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നിങ്ങൾക്കൊരു സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അത് കൺവെർജ് ചെയ്യുമോ, അത് കൺവെർജ് ചെയ്യുന്ന ലിമിറ്റ് എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കുന്ന പ്രോബ്ലം 2 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്രൈറ്റീരിയൻ ഫോർ കൺവെർജൻസിൻ്റെ ഒരു തിയറം പറഞ്ഞിട്ട് പിന്നെയും പ്രോബ്ലം ആണ് വരുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ആ സീക്വൻസ് 1/5 കൺവെർജ് ചെയ്യും എന്നുള്ളത് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 4 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ പഠിക്കണം. ഒരു പ്രോബ്ലം പോലും ഞാൻ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യത്തില്ല. ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് ആണ് ഇതൊക്കെ. ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് ചോദിക്കും. പിന്നെ ഇൻഫിനിറ്റ് സീരീസ് 1 മാർക്കിന് ഡെഫിനിഷൻ ചോദിക്കാം. ജിയോമെട്രിക് സീരീസ് 1 മാർക്കിന് ഡെഫിനിഷൻ ചോദിക്കാം. അതേപോലെ തന്നെ ജിയോമെട്രിക് സീരീസിൻ്റെ കൺവെർജൻസും ചോദിക്കാം. ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഈ നെസസറി കണ്ടീഷൻ ഫോർ കൺവെർജൻസ് എന്ന് പറഞ്ഞിട്ട് തിയറം സ്റ്റേറ്റ് ചെയ്യാനൊക്കെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് കുഴപ്പമില്ല. പിന്നെ അബ്സല്യൂട്ട് ആൻഡ് കൺവെർജൻസ്, കണ്ടീഷണൽ കൺവെർജൻസ് 1 മാർക്കിന് ഡെഫിനിഷൻ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. പിന്നെ അബ്സല്യൂട്ട് കൺവെർജൻസിന് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അബ്സല്യൂട്ട് കൺവെർജൻസ് ഇംപ്ലൈസ് കൺവെർജൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ആ ഒരു സാധനം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് ആണ് കുറേ ടെസ്റ്റുകൾ വരുന്നത്. അപ്പോൾ ഈ ടെസ്റ്റുകളെല്ലാം ഈ പറയുന്ന 2 ടെസ്റ്റിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പഠിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് റേഷ്യോ ടെസ്റ്റ് ഫോർ കൺവെർജൻസ് എന്നും സ്റ്റേറ്റ് റൂട്ട് ടെസ്റ്റ് ഫോർ കൺവെർജൻസ് എന്നും ചോദിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു പോകാതെ നിങ്ങൾ പഠിക്കണം. അതേപോലെ റേഷ്യോ ടെസ്റ്റും റൂട്ട് ടെസ്റ്റും ഉപയോഗിച്ച് കൺവെർട്ട് ചെയ്യാനുള്ള പ്രോബ്ലം വന്നാലും നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യണം. പിന്നെ നമ്മൾ പവർ സീരീസിലേക്ക് പഠിക്കുകയാണ്. പവർ സീരീസിൻ്റെ ഡെഫിനിഷൻ 1 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ സർക്കിൾ ഓഫ് കൺവെർജൻസ്, അവിടുത്തെ റേഡിയസ് എന്താണ്, സർക്കിൾ എന്താണെന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ റേഡിയസ് ഓഫ് കൺവെർജൻസിൻ്റെ ഈ 3 പോയിൻ്റ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ സർക്കിൾ ഓഫ് കൺവെർജൻസ് കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതും ഒക്കെ ഈ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഈ പറയുന്ന ലിമിറ്റൊക്കെ വരുന്ന സാധനങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റേഡിയസ് ഓഫ് കൺവെർജൻസ് കണ്ടുപിടിക്കുന്നതൊക്കെ നോക്കിയടാ, ഇവിടുത്തെ ഒരു പവർ സീരീസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്തായിരിക്കും, അത് നമുക്ക് ഫോർമുലയൊക്കെ ഉണ്ട്. 1/r = ലിമിറ്റ് n → ∞ മോഡുലസ് ഓഫ് an + 1 / an. ആ
ഫോർമുലയൊക്കെ ഉപയോഗിച്ച് 1/r കണ്ടുപിടിക്കുന്നു, പിന്നെ r കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആ സെക്ഷനിൽ അരിത്തമെറ്റിക് ഓഫ് പവർ സീരീസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കുറേ സെൻറ്റൻസുകൾ എഴുതി തന്നിട്ടുണ്ട്. അതൊന്നും നമുക്ക് അങ്ങനെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ വരുന്നത് ടൈലർ സീരീസ് ആണ്. അപ്പോൾ കണ്ടിന്യൂറ്റിയും ടേം ബൈ ടേം ഡിഫറൻസിയേഷനും തിയറം ഉണ്ട്. അതൊന്നും നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് വായിച്ച് വെച്ചാൽ മതി. പിന്നെ ടേം ബൈ ടേം ഇൻ്റഗ്രേഷൻ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ടൈലർ സീരീസ് വരുമ്പോൾ ടൈലർ സീരീസിൻ്റെ ഡെഫിനേഷനും മാക്ലോറിൻ സീരീസ് എന്താണെന്നുള്ളതും 1 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഫോർമുലയൊക്കെ നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം ടൈലേഴ്സ് തിയറമാണ്. ഒരു പക്ഷേ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറം എന്ന് പറയുന്നത് ടൈലേഴ്സ് തിയറമാണ്. നിങ്ങൾക്ക് 15 മാർക്കിൻ്റെ എസ്എ പാർട്ടിന് പോലും ചോദിക്കാൻ പറ്റുന്ന വളരെ വലിയ ഒരു തിയറമാണ് ടൈലേഴ്സ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈലേഴ്സ് തിയറം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കണം. അപ്പോൾ ഈ ടൈലേഴ്സ് തിയറത്തിൽ നമ്മൾ വേറെ പല തിയറവും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് ഈ നോട്ടിൽ ടൈലർ സീരീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നോട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരു മൊഡ്യൂളിന് ഒരു പേപ്പറിന് മുഴുവനായിട്ട് 500 രൂപയാണ് വരുന്നത്. സോ 15 മാർക്കിൻ്റെ ടൈലേഴ്സ് തിയറം എന്നുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടൈലേഴ്സ് തിയറത്തിനകത്ത് വരുന്നതാണ് മാക്സിമം മോഡുലസ് തിയറം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ബൗണ്ടിങ് തിയറം ഒക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് ടൈലേഴ്സ് തിയറം കഴിഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന മക്ലോറിൻ സീരീസിൽ കണ്ടുപിടിക്കുക എന്നുള്ള ചോദ്യമാണ്. അത് ഇമ്പോർട്ടൻറ്റുമാണ് എളുപ്പവുമാണ്. അപ്പം ഇമ്പോർട്ടൻറ്റുമാണ് എളുപ്പവുമാണെന്ന് പറയുന്ന സാധനം ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ സൈനിസൈഡിൻ്റെ സീരീസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കോസ് കണ്ടുപിടിക്കുക, റേഡിയസ് ഓഫ് കൺവേർജൻസിൻ്റെ പ്രോബ്ലം ചെയ്യുക, ഇതൊക്കെ സിമ്പിളാണ്. സിമ്പിളായിട്ടുള്ള സാധനമൊന്നും നിങ്ങൾ വിട്ട് കളയരുത്. പിന്നെ ഇത് കുറച്ച് വെറൈറ്റി പ്രോബ്ലം ആണ്, അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. പിന്നെ മക്ലോറിൻ സീരീസ്, നേരത്തെ പറഞ്ഞ സൈനിസൈഡിൻ്റെ മക്ലോറിൻ സീരീസ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇപ്പോൾ 1/1 - z² കിട്ടിയാലും എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ആ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എളുപ്പവും ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള സാധനം നിങ്ങൾ വിട്ട് കളയരുത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒന്നുകിൽ ടൈലേഴ്സ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ടൈലർ സീരീസിൻ്റെ ഡെഫിനിഷൻ, മക്ലോറിൻ സീരീസിൻ്റെ ഡെഫിനിഷൻ, ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ മക്ലോറിൻ സീരീസ് കണ്ടുപിടിക്കുക, ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ടൈലർ സീരീസ് കണ്ടുപിടിക്കുക, റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കുക. ഇതിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടായിരിക്കും. ഞാൻ ഇത്രയും പറഞ്ഞ സാധനങ്ങളിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടായിരിക്കും. ഒന്നുകൂടി പറയാം, ടൈലർ സീരീസിൻ്റെയും മക്ലോറിൻ സീരീസിൻ്റെയും ഡെഫിനിഷൻ, ടൈലേഴ്സ് തിയറം, ടൈലർ സീരീസും മക്ലോറിൻ സീരീസും കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ്, അതേപോലെ തന്നെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കുക. ഈ പറഞ്ഞതിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു ചോദ്യം നിങ്ങളുടെ എക്സാമിന് ഉണ്ടായിരിക്കും. ഇനി അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അടുത്ത് വരുന്ന ലോഗൻ സീരീസ്. അതിന് മുന്നേ തന്നെ ലോഗൻ സീരീസുമായിട്ട് ബന്ധപ്പെട്ട് സിംഗുലാരിറ്റി എന്നത് നമ്മൾ പഠിക്കും, ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്താണെന്ന് പഠിക്കും. ഇനി ലോഗൻസ് തിയറം പഠിക്കും. അപ്പോൾ ലോഗൻസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പഠിച്ചാൽ മതി, പ്രൂഫ് വേണ്ട. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ പറയുന്നത് ലോഗൻസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ലോഗൻസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കുക, ലോഗൻസ് സീരീസ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഉറപ്പുള്ള ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് 15 മാർക്കിന് ഞാൻ ഈ മൊഡ്യൂളിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഒന്നുകിൽ നിങ്ങളുടെ ടൈലേഴ്സ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും ചോദിക്കാം, അതല്ലെങ്കിൽ ലോഗൻ സീരീസ് എക്സ്പാൻഷൻ ചോദിക്കാം. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിന് 2-3 സബ് ക്വസ്റ്റ്യനും ഒക്കെ ആയിട്ട് ലോഗൻ സീരീസ് എക്സ്പാൻഷൻ ചോദിക്കാം. ഈ രണ്ടെണ്ണത്തിലായിരിക്കും ഒരെണ്ണം 15 മാർക്കിൻ്റെ എസ്സേക്ക് ഞാൻ വളരെയധികം എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൽ തന്നെ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ലോഗൻ സീരീസ് എക്സ്പാൻഷൻ തന്നെയാണ്. കാരണം ഒരെണ്ണം തിയറത്തിൻ്റെ പ്രൂഫും രണ്ടാമത്തത് പ്രോബ്ലവുമാണ്. ഇപ്പം നമുക്കറിയാം നമ്മളുടെ എക്സാമിന് ഇപ്പോൾ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടാണ് കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കോംപ്ലക്സ് അനാലിസിസിൻ്റെ എക്സാമിന് ലോഗൻ സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ അറിഞ്ഞുകൂടാതെയാണ് പോകുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും, വളരെ വലിയൊരു മണ്ടത്തരമായിരിക്കും. അതുകൊണ്ട് നിങ്ങളത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി ലോഗൻ സീരീസ് എക്സ്പാൻഷൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക, ലോഗൻ സീരീസ് എക്സ്പാൻഷൻ്റെ വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ പറ്റുമെങ്കിൽ ഞാൻ ആ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പറഞ്ഞൊരു കമൻറ്റ് കൂടി ഇട്ടേക്കുക. പറ്റുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കാം. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് സീറോസ് ആൻഡ് പോൾസ് ആണ്. ഇതിൽ കുറേ ഡെഫിനിഷൻസും പിന്നെ കുറച്ച് എക്സാമ്പിൾ പ്രോബ്ലംസും ആണ് വരുന്നത്. അപ്പോൾ ഈ സിംഗുലാരിറ്റി എന്താണ്, റിമൂവബിൾ സിംഗുലാരിറ്റി എന്താണ്, പോൾ എന്താണ്, സീറോ എന്താണ്, ഇതെല്ലാം 1 മാർക്ക് ചോദ്യങ്ങളാണ്. അതിൻ്റെ സിംഗുലാരിറ്റി കണ്ടുപിടിക്കുക, സൈൻ Z/Z Z = 0യിൽ ഏത് സിംഗുലാരിറ്റി, റിമൂവബിൾ സിംഗുലാരിറ്റി, അപ്പോൾ പോൾ ആണോ, റിമൂവബിൾ ആണോ, ഐസൊലേറ്റഡ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കുക. മുതലായ ചോദ്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ, 2 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ഒക്കെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു
ഒരു ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിനകത്തൊരു പ്രൂഫ് തിയറം വരുന്നുണ്ട്, പോൾ ഓഫ് ഓർഡർ n എന്നൊക്കെ പറഞ്ഞിട്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം, സ്റ്റിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഈ പോളിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഈ സെക്ഷനിൽ 1 മാർക്കിൻ്റെ ഡെഫിനിഷൻസും 2 മാർക്ക് 4 മാർക്ക് പ്രോബ്ലംസും ആണ് കൂടുതലായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോഴും ഞാൻ ഈ നോട്ട്സ് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പറയുന്നത്. നിങ്ങൾക്ക് ഈ നോട്ട്സ് വേണമെങ്കിൽ 500 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.